നമ്മുടെ കർത്താവിൻ്റെ മുന്നോടിയുടെ ഓർമ്മകളിലൂടെയൊക്കെയാണല്ലോ നാം ഈ നിമിഷങ്ങളിൽ കടന്നു പോവുക. ഒരാശയം മാത്രം ദൈവത്തിൽ ശരണം വെച്ച് പറയുവാൻ ആഗ്രഹിക്കുക. ഓരോ ബലിപീഠവും ഓരോ ദേവാലയവും ഒരുപാട് തലമുറകളുടെ ഒഴുക്കിന്, ചരിത്രത്തിൻ്റെ ഗതികൾക്ക്, ഓർമ്മകൾക്കൊക്കെ മുഖാന്തരമാകുന്നതാണ്. പഴയ നിയമ താളുകളിൽ പരിശോധിക്കുമ്പോൾ നോഹയാണ് ആദ്യം ബലിയർപ്പണത്തിന്, ആരാധനയ്ക്ക് തയ്യാറാകുന്നത്. അതായത് പ്രത്യേകമായൊരു സന്ദർഭത്തിൽ പ്രളയത്തിൻ്റെ നഷ്ടങ്ങളും വേദനകളും ഏകാന്തതകളും ഒക്കെ അവസാനിക്കുന്ന നിമിഷത്തിൽ നോഹയുടെ പ്രളയയാത്രയെക്കുറിച്ച് നമുക്ക് അറിവുള്ളതാണല്ലോ. എത്ര പേർ അതിൽ രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ വലിയൊരു പ്രളയത്തിന്റെ ഒടുവിൽ നോഹ ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം ചെയ്യുന്നത് വിശുദ്ധ ബലി അർപ്പിക്കുക എന്ന ശ്രേഷ്ഠമായ കാര്യമാണ്. നടത്തിയ വിധങ്ങളെ വലിയൊരു ദുരിതത്തിന് അപ്പുറത്തേക്ക് ഒരു മറുകര കാണിക്കുന്ന ദൈവത്തിന് മുമ്പാകെ നോഹ ആരാധന അർപ്പിക്കുകയാണ്. അപ്പോൾ ഓരോ ബലിപീഠവും ഒരുപാട് ദൈവകരുതലിന്റെ ദൃഷ്ടാന്തത്തെ സൂചിപ്പിക്കുന്നതാണ്. ഒരുപാട് ദൈവകരുതലിന്റെ നിമിഷങ്ങളെ ഓർത്തെടുക്കാൻ നാം ആയിരിക്കുന്ന ദേവാലയത്തിന്, ബലിപീഠത്തിന് കഴിയും. ഒരു ദേവാലയം ശമയിക്കുമ്പോഴും ആ ദേശത്തിനുണ്ടാകുന്ന വിടുതൽ എന്ന് പറയുന്നത് ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും അപ്പുറത്തേക്ക് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ഇടയാകുന്ന ആ വലിയ കൃപയ്ക്ക് നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ്. അപ്രകാരം നോഹ ബലിയർപ്പിക്കുമ്പോൾ കടന്നു വന്ന വലിയ ദുരിതത്തിനപ്പുറത്തേക്ക് ദൈവസന്നിധിയിൽ അയാൾ നന്ദിയോടെ നിൽക്കുമ്പോൾ നമ്മിലേക്കും അങ്ങനൊരു ബലിപീഠത്തിന്റെ ചിത്രം വരച്ചു വെക്കുന്നുണ്ട്. ഈ ദേവാലയം അല്ലെങ്കിൽ ഓരോ ബലിപീഠവും ഒരു തലമുറയുടെ ദൈവസന്നിധിയിലുള്ള നന്ദി പ്രകടനത്തിന്റെ ബാക്കിപത്രമാണ്. ദൈവസന്നിധിയിൽ ദുരിതവും ദുഃഖവും ഒക്കെ ജീവിതത്തിൽ വരുമ്പോഴും ദൈവസന്നിധിയിൽ വന്നു നിന്ന് ദൈവസന്നിധിയിൽ ആരാധന അർപ്പിക്കുന്ന ഓർമ്മകളുടെ ഒരു തിരയിളക്കമാണ് ഓരോ ബലിപീഠവും ആദ്യമേ നമ്മെ സൂചിപ്പിക്കുന്നത്, നോഹ ചെയ്തതുപോലെ. രണ്ടാമത് യോബിന്റെ പുസ്തകത്തിൽ കാണുന്ന ആരാധനയാണ്. യോബിന്റെ പുസ്തകത്തിൽ നാം പരിശോധിക്കുമ്പോൾ അറിയാം, യോബ് തനിക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട്, തലമുറകൾക്ക് വേണ്ടിയിട്ട് ഓരോ ആരാധനയും അർപ്പിക്കുന്നുണ്ട്. തനിക്ക് പ്രിയപ്പെട്ടവർ ലോകത്തിന്റെ ആസ്വാദനങ്ങൾ തേടി പോകുമ്പോൾ, അവർക്ക് വഴിപിഴച്ചു പോകുന്നുവെന്ന് നോഹയ്ക്ക് തോന്നുമ്പോൾ അവൻ ദൈവസന്നിധിയിൽ വന്ന് അവർക്കൊക്കെയും വേണ്ടി ഒരു പാപപരിഹാര ബലി അർപ്പിക്കുന്നുണ്ട്. നോഹയ്ക്കറിയാം, തന്റെ മക്കൾ, തന്റെ പ്രിയപ്പെട്ടവരൊക്കെ ലോകത്തിന്റെ ഇമ്പങ്ങളോട് വളരെയധികം ചേർന്ന് അതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ സഞ്ചരിച്ചു പോവുകയാണ്. അവർ ദൈവത്തെ മറന്നുപോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നോഹ ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി ക്ഷമയച്ചുകൊണ്ട് യോബ് ബലിയർപ്പണം നടത്തുന്നുണ്ട്. കാരണം തലമുറകൾ നഷ്ടപ്പെട്ടു പോകരുതല്ലോ. ആ വേദത്തിലുടനീളം യോബിന്റെ തലമുറയിൽ രോഗവും ദുഃഖവും നഷ്ടപ്പെടലും വേർപാടും ഒക്കെ കാണുന്നുണ്ടെങ്കിലും യോബ് ഒരിക്കൽ പോലും ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്നില്ല. അയാൾ ആ തലമുറകൾക്ക് വേണ്ടിയിട്ട് ആരാധന അർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദേവാലയത്തിന് ഉള്ളിൽ ബലിപീഠത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം, ഇതൊക്കെ കണ്ട് കടന്നു പോകുന്ന ഒരു തലമുറയുണ്ട്, കാണുന്ന ഒരു തലമുറയുണ്ട്, ഇനി കാണാനിരിക്കുന്ന ഒരു തലമുറയുണ്ട്. ആ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ നിന്ന് കൃപയാചിക്കുവാനുള്ള ഒരു അനുഭവം ഉണ്ടാകണം.
ദൈവസന്നിധിയിൽ തലമുറകൾക്ക് വേണ്ടിയുള്ള ആരാധനയാണ് ഓരോ ബലിയർപ്പണത്തിലും സംഭവിക്കുന്നത്. യാക്കോബ് തലയണയായി വെക്കുന്ന കല്ലെടുത്ത് ഒരു രാത്രി ദർശനത്തിൽ സ്വർഗത്തിലെ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ അയാൾ ഉറങ്ങുന്ന ഇടം ദൈവസാന്നിധ്യമുള്ളതാണ് തിരിച്ചറിയുമ്പോൾ യാക്കോബ് അവിടെ ഒരു ആരാധന അർപ്പിക്കുന്നുണ്ട്. ദൈവസാന്നിധ്യത്തിന്റെ ഇടമാണ് പരിശുദ്ധമായ ബലിപീഠം. ഓരോ ദേവാലയവും അത് നമ്മുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോകാതെ ഇരിക്കട്ടെ. ദൈവസാന്നിധ്യ ബോധത്തിന്റെ സ്ഥലമാണ് ആരാധനയും ദൈവാലയവും ബലിപീഠവും. ഓരോ ബലിപീഠത്തിലും ചുറ്റി സഞ്ചരിക്കുമ്പോൾ അതിനെ വണങ്ങുന്നവർ വന്ദിക്കുന്നവർ പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, എന്റെ ബലിപീഠത്തിന്റെ കോണുകൾ വരെ ഞങ്ങളുടെ പെരുന്നാളുകളെ ബന്ധിക്കണമെന്നാണ് പറയുക. ഈ ദേവാലയത്തിൽ നിന്ന് നാം കടന്നു പോകുമ്പോഴും ജീവിതത്തിന്റെ ഏത് മുഹൂർത്തങ്ങളും അത് നല്ലതാകട്ടെ തീയതാകട്ടെ ജീവിതത്തിന്റെ പെരുന്നാളുകളെ കർത്താവേ നിന്റെ ബലിപീഠത്തിന്റെ കോണുകളോട് ചെങ്ങലകളാൽ ബന്ധിക്കണമേ എന്നാണ്. അറ്റുപോകാത്ത ഒരു ദൈവബന്ധം ഈ ബലിപീഠവുമായി ഉണ്ടാകണമെന്നാണ് പറയുക. വിശുദ്ധന്മാരും സിദ്ധികളും ഒക്കെ അറ്റുപോകാത്ത ദൈവബന്ധം സൂക്ഷിച്ചവരാണ്. യോഹന്നാൻ സ്നാപകന്റെ നാമത്തിലാണ് ഈ ദേവാലയം. നീതിക്ക് വേണ്ടി തന്റെ ശിരസിനെ കൊടുത്തവനാണ് യോഹന്നാൻ. ദൈവബന്ധത്തെ മുറിച്ചു കളയുന്ന ഒന്നിനോടും അയാൾ സമരസപ്പെടുന്നതേയില്ല. അത് കൊട്ടാരത്തിന്റെ സുഖലോലുപത ആണെങ്കിലും അതിന്റെ ആസ്വാദനങ്ങളാണെങ്കിലും അത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകറ്റിക്കളയുന്നതാണെങ്കിലും നീതിക്ക് വേണ്ടിയുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് കൂടെയും ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒന്നിനോടും സമരസപ്പെടാത്ത യോഹന്നാൻ സ്നാപകന്റെ നാമത്തിലായിരിക്കുന്ന ഈ ദേവാലയം ദൈവ കരുതലിനോട് നാം കാണിക്കുന്ന അനുഭാവം, ദൈവ സാന്നിധ്യബോധത്തിനോട് നാം കൊടുക്കുന്ന സ്തുതിയർപ്പണം, തലമുറകൾക്ക് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ ആരാധന അർപ്പിക്കുവാനുള്ള ഒരു ആഗ്രഹം, അതൊക്കെ ഒന്നായി രൂപപ്പെടുന്നതാണ് ഓരോ ദേവാലയവും ഓരോ ബലിപീഠവും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്തരത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധനായ യോഹന്നാൻ സ്നാപകനെ പോലെ മുറിഞ്ഞു പോകാത്ത ദൈവബന്ധം ആയുസ്സൊടുങ്ങും വരെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്കിടയാകട്ടെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.